സിനഡാനന്തര പ്രഖ്യാപനം നമ്മൾ കേട്ടല്ലോ. എറണാകുളം അതിരൂപതയുടെ ആസ്ഥാന തലവൻ സീറോ മലബാർ സഭയുടെ തലവൻ തന്നെ നമ്മുടെ ഫലിതപ്പെട്ടി തട്ടിൽ ജോക്കർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണത്തിൽ നിന്നും നല്ല നടപ്പിന് ശിക്ഷിക്കപ്പെട്ട് സ്ഥാനം നഷ്ടപ്പെട്ട മാർ ആലഞ്ചേരിയുടെ പഴ കസേരയാണ് ഇദ്ദേഹം തൻ്റെ തിരുവാസനം വെച്ച് ചൂടാക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വികാരിയായി എറണാകുളത്തിൻ്റെ മകനായ ഒരു മെത്രാനെ തപ്പിപ്പിടിക്കാൻ നമ്മുടെ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞില്ല. കിണഞ്ഞു പരിശ്രമിച്ചു, കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ മെത്രാൻ സിനഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ദേ വേർ ടോട്ടലി ഹെൽപ്ലെസ്. പിന്നെ പരിശുദ്ധാത്മാവ് ഓവർ ടൈം പ്രവർത്തിച്ച് എറണാകുളത്തുകാരനല്ലാത്ത ഒരു മെത്രാനെ സിനഡ് കണ്ടുപിടിച്ചു. മെത്രാപ്പൊലീത്ത എന്ന് തന്നെ പറയാം, മാർ പാംബ്ലാനി. പിന്നെ ആരാണ് മാർ പാംബ്ലാനി? സീരിയസ്ലി നമ്മളുടെ മെത്രാൻ സിനഡ് വീണ്ടും എറണാകുളത്തെ ജനങ്ങളെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. മെത്രാന്മാർ അവരുടെ കൽദായ സ്വപ്നം മറന്നിട്ടില്ല എന്നാണ് ഈ നിയമനം സൂചിപ്പിക്കുന്നത്. പലതവണ സമവായം എന്ന നാടകം കളിച്ച് എറണാകുളത്തെ പറ്റിച്ച മുതലാണ് ഈ പാംബ്ലാനി എന്നോർക്കണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ കസേര ചുറ്റിക്കളി അവസാനിച്ചതിൽ നമുക്ക് തൽക്കാലം അല്പം സന്തോഷിക്കാം. മാർ തട്ടിലും മാർ പാംബ്ലാനിയും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അരമണിക്കൂർ മുമ്പ് ഞാൻ കണ്ടു. കുർബാന രീതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നാണ് അവർ ഉത്തരം പറഞ്ഞത്. സിനഡ് ഏകപക്ഷീയമെന്ന് കള്ളം പറഞ്ഞ് പാസാക്കിയതും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് അംഗീകരിച്ചെടുത്തതുമായ കുർബാനയിൽ ഒരു മാറ്റവുമില്ലത്രേ. നോ ചേഞ്ച്. എൻ്റെ പൊന്നു പാംബ്ലാനി, ഇതാണ് അങ്ങിൻ്റെ പ്ലാനെങ്കിൽ വെറുതെ മെനക്കെടേണ്ട. നേരെ തലശ്ശേരിക്ക് വണ്ടി കയറുക. കൽദായ കുർബാന ചെല്ലുവാനുള്ള പദ്ധതിയുമായി ഈ എറണാകുളത്തോട്ട് അങ്ങ് വരേണ്ട. അത് നടക്കില്ല. 6 ലക്ഷം വിശ്വാസികളും ആയിരക്കണക്കിന് പ്രഗത്ഭരായ വൈദികരും ഉണ്ടായിട്ടും അവരെയൊക്കെ തഴഞ്ഞ് ഈ തലശ്ശേരിക്കാരനെ ഇറക്കുമതി ചെയ്തതിൽ ഗൂഢലക്ഷ്യമില്ല എന്ന് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തക്ക ഇച്ഛാശക്തിയുള്ള ഒരു ബിഷപ്പ് മതി ഇവിടേക്ക്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയുള്ളൊരു ബിഷപ്പിന് മതി. അല്ലാതെ കൽദായ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ആരും ഇങ്ങോട്ട് എഴുന്നള്ളേണ്ട. അതിവിടെ നടക്കില്ല എന്ന് ഇതുവരെ ഈ പൊട്ടൻ ബിഷപ്പുമാർക്ക് മനസ്സിലായില്ലേ? ഒരു കാര്യം പറയട്ടെ മെത്രാന്മാരെ, നിങ്ങൾ ഈ എറണാകുളം ഭരിച്ചതുകൊണ്ട് എറണാകുളത്തെ വിശ്വാസികൾക്ക് അശാന്തിയും അസമാധാനവും വിശ്വാസച്യുതിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ലാഭം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എറണാകുളത്തുകാർക്ക് വലിയ ധൃതിയൊന്നുമില്ല. തൽക്കാലം ഒരു ബിഷപ്പ് ഇങ്ങനെ അടിയന്തരമായി ഇങ്ങോട്ട് വന്നില്ല എങ്കിലും ഞങ്ങൾ കഷ്ടികുഷ്ടി അങ്ങ് ജീവിച്ചു പൊക്കോളാം, പ്ലീസ്. ഇനിയിപ്പോൾ പറയാലോ. പിന്നെ താഴെ പറയുന്നതൊക്കെ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ മാത്രം പാംബ്ലാനിയോ മറ്റേതെങ്കിലും ബിഷപ്പോ ഇങ്ങോട്ട് കച്ചകെട്ടി വന്നാൽ മതി. ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു നിർബന്ധവുമില്ല. ഞാൻ പറയട്ടെ, എറണാകുളത്ത് വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് നിലവിലെ കൂരിയായെ ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്ന ബിഷപ്പ് പുറത്താക്കുക. അക്കാര്യത്തിൽ നോ വിട്ടുവീഴ്ച, ഒരു വിട്ടുവീഴ്ചയുമില്ല. അതിനു വേണ്ടിയുള്ള മഹാറാലിയാണ് ഈ സമയത്ത് ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അതിരൂപതയിലെ ഉപദേശ സമിതികൾക്ക് പുനർരൂപം കൊടുക്കുക, പുതിയ കൂരിയായെ ഉടനെ തിരഞ്ഞെടുക്കുക, അവരുടെ പേര് പ്രസിദ്ധപ്പെടുത്തുക. പുത്തൂരിൻ്റെ കോപ്പിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമനങ്ങളുണ്ടല്ലോ, അതൊക്കെ അങ്ങ് റദ്ദാക്കുക. ഇതെങ്ങനെ? വൈദികർക്കെതിരെയുള്ള എല്ലാ ശിക്ഷാ നടപടികളും പിൻവലിക്കുക. ചാർജ് എടുത്ത ശേഷം ഡേ 1 ബസിലിക്ക പള്ളി തുറന്ന് കുദാശ ചെയ്ത് ജനാഭിമുഖ കുർബാന അർപ്പിക്കുക. ജനാഭിമുഖ കുർബാന അല്ലാതെ മറ്റൊന്നും ഈ അതിരൂപതയിൽ അർപ്പിക്കില്ല എന്ന് വാക്ക് തരിക. അതിനെ ചൊല്ലി നമ്മുടെ വൈദികരെ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക. എറണാകുളത്തെ കുർബാന രീതി ഇതായിരിക്കും, ജനാഭിമുഖം മാത്രമായിരിക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക. എറണാകുളം അതിരൂപതയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു രൂപതകളിലെ ബിഷപ്പുമാർ, പ്രത്യേകിച്ച് നമ്മുടെ വരാൽ തോമ കൈയിട്ട് വാരുന്നത് നിരോധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം ബസിലിക്കയിൽ നടന്ന പോലീസ് ആക്രമണത്തിൻ്റെ സൂത്രധാരൻ ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തുക. പോലീസിനെ കൊണ്ട് വൈദികരെ മർദ്ദിക്കുവാൻ ഒത്താശ ചെയ്ത മെത്രാൻ അല്ലെങ്കിൽ മെത്രാന്മാർ ആരായാലും അയാൾക്കെതിരെ കാനോനികമായ നടപടികൾ എടുക്കുക. നാളിതുവരെ എറണാകുളത്ത് വിശ്വാസികൾക്ക് നേരെ കാട്ടിയ ക്രൂരതയ്ക്കും അന്യായങ്ങൾക്കും സഭാ നേതൃത്വവും അതിരൂപത നേതൃത്വവും നിരൂപാധികം മാപ്പ് പറയുക. ഇതിനൊക്കെ തയ്യാറുള്ളവർ മാത്രം തൊടിയും വടിയും വച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിയാൽ മതി. അതുമല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുക. പിണറായി വിജയനെ ഞങ്ങളുടെ മെത്രാനായി
ഞങ്ങൾക്ക് ദയവായി നിയമിച്ചു തരിക. മെത്രാനാകാൻ ഏറ്റവും യോഗ്യന ആലഞ്ചേരിയുടെ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, അത് മതി. ഈ സീറോ മലബാർ കള്ളൻ റാസ്കൽ ബിഷപ്പുമാരെക്കാൾ പെരുത്തുഭേദമായിരിക്കും പിണറായി മെത്രാൻ. ഒന്നുമല്ലെങ്കിലും പോലീസിൻ്റെ ഇടി വാങ്ങേണ്ടി വരില്ലല്ലോ. താങ്ക് യു വെരി മച്ച്.